ഹായ് ഗൈസ്, ഹോളിവുഡിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത മാർട്ടി സുപ്രീം മൂവി ഞാൻ കണ്ടു. ടിമോത്തി ചാലമറ്റ് ആണ് ലീഡായിട്ട് വരുന്നത് മൂവിയിൽ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോളിവുഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വളരെ മാജിക്കൽ ആയിട്ടുള്ള വൺ ഓഫ് എ കൈൻഡ് മൂവീസ് ഇങ്ങനെ റിലീസ് ചെയ്യും. ലാസ്റ്റ് ആയിട്ട് കണ്ടത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. അതിൽ ഡിക്കാപ്രിയോയുടെ ആക്ടിങ് വേറെ ലെവലായിരുന്നു. പക്ഷേ പുള്ളിക്കാരന്റെ ആ ഒരു ആക്ടിങ്ങിന് കോമ്പറ്റീഷൻ കൊടുക്കുന്ന രീതിയിൽ ടിമോത്തി ചാലമറ്റിന്റെ ടോട്ടൽ പീക്ക് ലെവൽ പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു മൂവിയിൽ. ഈ മൂവി 9 അക്കാഡമി അവാർഡ്സിന് നോമിനേറ്റ് ആയിട്ടുണ്ട് ഈ വർഷത്തേക്ക്. അത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ മൂവിയുമായിട്ട് കമ്പീറ്റ് ചെയ്യും. ബെസ്റ്റ് ആക്ടറിന് ടിമോത്തി ചാലമറ്റിന്റെ നോമിനേഷൻ ഉണ്ട്. അതുപോലെ ഒരു മൂവിയായിരുന്നു. അതായത് വൺ ഓഫ് എ കൈൻഡ് എന്ന് പറയാൻ പറ്റുന്ന എല്ലാവരുടെയും മൂവി ലിസ്റ്റിൽ ടോപ്പിൽ വരാൻ പോകുന്ന ഒരു മൂവിയാണ്. അതായത് കഥയാണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ടിമോത്തി ചാലമറ്റിന്റെ ആക്ടിങ്, ഇമോഷൻസും മാനറിസംസും ഒക്കെ വേറെ ലെവലായിരുന്നു. അതായത് ഒരു വളരെ പ്രൗഡ് ആയിട്ടുള്ള അരഗന്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് പുള്ളി ഇതിൽ റോള് ചെയ്യുന്നത്. അതായത് മൂവിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് USA ഫേമസ് ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള മാർട്ടി റെയ്സ്മാന്റെ കഥയാണ്. ഒരു ബയോപിക് അല്ല, പക്ഷെ കുറെ ഫിക്ഷണൽ എലമെന്റ്സ് ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു കഥയാണ്. ഇതിന്റെ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജോർജ് സാഫ്ഡി എന്നുള്ള ഡയറക്ടറാണ്. അപ്പം പുള്ളിക്കാരൻ ഈ മാർട്ടി റെയ്സ്മാനെ കുറിച്ചുള്ള ഒരു ബുക്കുണ്ട്, അതായത് ദ മണി പ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബുക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ കുറെ ഫിക്ഷണൽ എലമെന്റ്സും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. വളരെ റോ ആയിട്ടുള്ള, നല്ല ഇന്റൻസ് ആയിട്ട്, നല്ല എൻഗേജിങ് ആയിട്ട് തോന്നുന്ന ഒരു മൂവിയാണ്. ത്രൂ ഔട്ട് സ്റ്റാർട്ടിങ് ടിൽ എൻഡ് നമ്മള് ആ ഫിലിമിൽ തന്നെ ആയിരിക്കും. നല്ല എൻഗേജിങ് ആണ്, ഒട്ടും തന്നെ ബോറടിക്കില്ല. പിന്നെന്ന് പറയുകയാണെങ്കിൽ ഫിലിമിലുള്ള എല്ലാവരുടെയും ആക്ടിങ് അടിപൊളിയായിരുന്നു. എല്ലാവരും തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയൺമാനില് പെപ്പർ പോട്ട്സ് ഒക്കെ ഉണ്ട് മൂവിയില്, ഗ്വിന്നത്ത് പാൽട്രോ. അവരുടെയൊക്കെ റോൾ അടിപൊളിയായിരുന്നു. ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പടത്തിന് എന്തായാലും മൾട്ടിപ്പിൾ ഓസ്കാർ അവാർഡ്സ് ഉറപ്പാണ്. ആ ഒരു ലെവലിലുള്ള പടമാണ്. ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. അതുപോലെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ തരും. പിന്നെ എ റേറ്റഡ് മൂവിയാണ്. സോ ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. നല്ല കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ലൈഫ് ടൈമിൽ ഇതുപോലെയുള്ള മൂവീസ് ഒരു വർഷം ചിലപ്പോൾ ഒരു മൂവിയൊക്കെ ഇറങ്ങുള്ളായിരിക്കും ഹോളിവുഡിൽ നിന്ന്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മൂവിയാണ്. നമ്മുടെ ഈ വർഷത്തെ 2025 അത് ആക്ച്വലി റിലീസ് ആയത്. പക്ഷെ ഇന്ത്യയിൽ ഈ ജനുവരിയിലാണ് റിലീസ് വന്നത്. അപ്പം 2025 ടോപ്പ് മൂവീസിൽ ഒരു മൂവിയാണെന്ന് തന്നെ പറയാം. സോ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്. താങ്ക് യു.